ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനി റോയ്സ്. പിക്കാട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ ടേസ്റ്റിലുള്ള അതുപോലെ തന്നെ ഹെൽത്തിയായ ഒരു ചിയ സീഡ് പുഡിങ്ങാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോവുക. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഡെസേർട്ടായിട്ടുമൊക്കെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ ചിയ സീഡ് പുഡിങ്. അതുപോലെ തന്നെ നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പി കൂടിയാണിത്. അപ്പോൾ വേഗം തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. ഈ ഒരു പുഡിങ് തയ്യാറാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ചിയ സീഡ് തന്നെയാണ്. നമ്മളിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം ചിയ സീഡ് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 10 കാഷ്യൂ നട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. കൂടെ തന്നെ ഒരു 20 ബദാം പരിപ്പ് കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ സ്കിൻ കളഞ്ഞ് എടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ ബദാം പരിപ്പും കാഷ്യൂ നട്ട്സും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഏകദേശം 2 ഗ്ലാസ്സോളം വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിയ സീഡ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒപ്പം തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസ് ആണ്. ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു 4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇതൊരു കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുക. ഇതാണ് നമ്മുടെ ബേസിക് ചിയ പുഡിങ്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യണം. അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് മാംഗോ പ്യൂരി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയ മാങ്ങ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെർവ് ചെയ്യാൻ എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങളൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചിയ പുഡിങ് കൂടി ചേർത്ത് കൊടുക്കണം. അടുത്ത ലെയർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മാംഗോ പ്യൂരിയാണ്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ചിയ പുഡിങ് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിന് മുകളിലേക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ ചിയ പുഡിങ് ഇവിടെ റെഡിയാണ് കേട്ടോ. യാതൊരുവിധ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്